അതൊക്കെ വലിയ മെനക്കേടല്ലേ ഉണ്ണികൃഷ്ണ. ഭീഷണി മുഴക്കാതെ കാര്യത്തിലേക്ക് കടക്ക്. ഞാനൊരു 24 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ അരുന്ധതിയെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ നിന്റെ ദമയന്തിയുടെ കാര്യം പോക്കാം. ഇതിലെന്താ ഇത്ര ആലോചിക്കാനുള്ളത്? ഞാൻ മടങ്ങിപ്പൊക്കോളാം. ഞാൻ കാരണം ദമയന്തിക്കൊന്നും സംഭവിക്കരുത്. രേവതി പോകരുത്. ഇല്ല പ്രേം, എന്നെ ആർക്കും രക്ഷിക്കാനാവില്ല. രക്ഷപ്പെടേണ്ടവളായിരുന്നെങ്കിൽ എന്റെ മമ്മിയും ഡാഡി എന്നെ വിട്ടു പോകില്ലായിരുന്നല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു രൂപമില്ല. ദമയന്തിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാമെങ്കിൽ നമുക്കൊരു ആക്രമണം നടത്തായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ മടങ്ങിച്ചെന്നാ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നിങ്ങളൊക്കെ നല്ലവരാ. ഞാനിവിടെ നിന്നാ അയാൾ നിങ്ങളെ ഉപദ്രവിക്കും. ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ല. പോട്ടെ. പോവാൻ പറ്റേ? ഹലോ, ഞാൻ CID ഉണ്ണികൃഷ്ണൻ. നിങ്ങൾക്ക് രേവതി നായരെയാണോ വേണ്ടത്, അതോ അവളുടെ സ്വത്തുക്കളോ? സ്വത്ത് മാത്രം കിട്ടിയാൽ എങ്ങനെയാ? സ്വത്ത് മുഴുവൻ അടിച്ചെടുത്തിട്ട് ചേട്ടന്റെ മോളെ അനുജൻ വഴിയിലിറക്കി വിട്ടു എന്ന് നാട്ടുകാർ പറയത്തില്ലേ? നാട്ടുകാരുടെ നാവടക്കാനുള്ള ബുദ്ധിയൊക്കെ അനന്തപത്മനാഭൻ ഉണ്ടാവുമല്ലോ. സ്വത്തുക്കളെ വിട്ടുതരാം, പക്ഷേ രേവതി നായരെ വിട്ടുതരാൻ പറ്റില്ല. അയ്യോ, ഉണ്ണികൃഷ്ണൻ എന്നെ അങ്ങ് തെറ്റിദ്ധരിച്ചു. ഞാൻ അങ്ങനെ കടുംപിടുത്തക്കാരനൊന്നുമല്ല. നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. എന്നാൽ ഡോക്യുമെന്റ്സ് തയ്യാറായിക്കോളൂ. ഓക്കേ.